ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹ പൊരുത്തം നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിലൂടെ കുറച്ചു നേരം സഞ്ചരിക്കാം. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 10 പൊരുത്തം എന്നുള്ള ജാതക പൊരുത്തം നമ്മൾ നോക്കാറുള്ളത് സാധാരണ രീതിയിൽ എന്ന് പറയുന്നത് 10 പൊരുത്തം എങ്ങനെയുണ്ട് എന്ന് നോക്കും, കുജദോഷ നിരൂപണം നോക്കും, ദശാസന്ധി ദോഷം ഉണ്ടോ എന്നുള്ളത് നോക്കും, പിന്നെ പാപസാമ്യത, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതക പൊരുത്തം എന്നുള്ളതിൽ. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇതുപോലെ ജാതകങ്ങൾ പൊരുത്തമായിട്ട് നോക്കിയിട്ടും നല്ല പൊരുത്തം ഉണ്ടായിട്ടും ഡൈവേഴ്സിൽ കലാശിക്കണം എത്രയോ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രം തെറ്റായത് കൊണ്ടാണോ അല്ല നമ്മുടെ വീക്ഷണത്തിൽ വരുന്ന തെറ്റുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ ശാസ്ത്രം, ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 10 പൊരുത്തത്തിൽ മാത്രമാണോ ജാതക പൊരുത്തം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല, അല്ലേ? ഈ 10 പൊരുത്തം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ നമ്മൾ എന്താണ് എന്നറിയണം, അല്ലേ? നമ്മൾ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുണം അറിയണം. അപ്പം നമ്മൾ എങ്ങനെയുള്ള ആളാണ്? ചീറ്റ് ചെയ്യണ ആളാണോ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണോ എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ലഗ്നത്തിൻ്റെ ബേസിലാണ്. അപ്പം നമ്മുടെ ലഗ്നമാണ് തീരുമാനിക്കുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ക്രൂക്കഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണോ താല്പര്യം ഉണ്ടാവുക, അതോ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണോ എന്ന്. അതുകൊണ്ടാണ് 12 രാശികളിലും ധനുരാശിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതും. കാരണം ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ലഗ്നത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്ന തെറ്റിതാണ്. നമ്മൾ ഈ 10 പൊരുത്തത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ സ്വഭാവം നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഒരു വിവാഹമൊക്കെ റെഡി ആയിട്ടുണ്ട്, പക്ഷെ ചക്കയിലല്ലോ ചൂഴ്ന്നു നോക്കാൻ എങ്ങനെയാ സ്വഭാവം എന്നൊക്കെ അറിയാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ വെളിയിലൊക്കെ നോക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴും ഓക്കെ തോന്നി എന്നൊക്കെ പറയും, അല്ലേ? പക്ഷെ ജാതകത്തിലൂടെ നമുക്ക് ആളുടെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയുള്ള ആളായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ലഗ്നത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ലഗ്നത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഗുണങ്ങൾ എങ്ങനെയാണുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ഗുണം മനസ്സിലാക്കിയിട്ട് അതിന് പക്വതയോടുകൂടിയുള്ള ഒരു പാർട്ട്ണറെ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു മടിയനായിട്ടുള്ള ഒരാൾക്ക് അതേ മടിയിലുള്ള ഒരു പെൺകുട്ടിയും വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ലൈഫിൽ എന്ന് പറയുന്നത് ഉയരാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയാണ്, അപ്പൊ അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ അവർക്ക് കൊടുക്കുകയാണെങ്കിലാണ് അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണത് ഏതിൽ നിന്നാണ്? ലഗ്നത്തിൽ നിന്നാണ്. നമുക്കറിയാം ശുഭഗ്രഹങ്ങളുടെ ലഗ്നം ഏതൊക്കെയാണ്, പാപ ലഗ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയാം. അപ്പൊ അതിന്റെ ബേസിൽ എന്ത് ചെയ്യണം? ശുഭലഗ്നത്തോട്, ഇപ്പൊ ഗുരുവിന്റെ ശുക്രന്റെ ഒക്കെ എന്താണ്? ശുഭലഗ്നങ്ങളാണ്. ബുധൻ ശുഭലഗ്നാണ്. കർക്കിടകം എന്ന് പറയുന്നത് എപ്പോഴും ആ ചന്ദ്രന്റെ തിഥി നോക്കിയിട്ട് വേണം ആ ലഗ്നത്തിന് ഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പൊ കർക്കിടക ലഗ്നം എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് പോസിറ്റീവും ആവാം നെഗറ്റീവ് ആവാം. പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ശുഭഗ്രഹങ്ങൾ എന്ന് പറയുന്നതാണ് ബുധന്റെ കന്നി മിഥുനം എന്നുള്ളത്, ഇടവം തുലാം ശുക്രൻ, ധനു മീനം ഗുരുവിന്റെ ഒക്കെ ശുഭഗ്രഹങ്ങളുടെ വീടാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ലഗ്നത്തിന് ഈ ലഗ്നം കൊണ്ട് തന്നെ ചേർത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ 3, 5, 9, 11 ആ ലഗ്നത്തിൽ നിന്ന് 3, 5, 9, 11 ലഗ്നം ചേർത്താവുന്നതാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് ചന്ദ്രനെ തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഒരു 50% ഗുണം ചന്ദ്രൻ തന്നെയാണ് തരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നത്, അതായത് നമ്മുടെ രാശി എന്ന് പറയും. അപ്പൊ രാശിയാധിപൻ, അപ്പൊ ലഗ്നാധിപൻ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ലഗ്നം ഏതാണ്, പിന്നെ ലഗ്നാധിപൻ എവിടെയാണ് പോയി നിൽക്കുന്നത്? ഇപ്പൊ ലഗ്നാധിപനും ഇപ്പൊ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും, ഇപ്പൊ മേട ലഗ്നമാണ് ആൺകുട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ ലഗ്നാധിപൻ ആരാണ്? ചൊവ്വയാണ്. അപ്പൊ ആ ചൊവ്വയ്ക്ക് മാച്ച് ആവണം. ആരൊക്കെ മാച്ച് ആവും? സൂര്യൻ മാച്ചാണ്, ഗുരു മാച്ചാണ്. അപ്പൊ അതുപോലെയുള്ള ലഗ്നത്തെ നമുക്ക് ചേർത്താവുന്നതാണ്. അപ്പൊ ലഗ്നാധിപൻ തമ്മിൽ എന്തുണ്ടാവണം? ഒരു ഫ്രണ്ട്സ് ആയിരിക്കണം. മിനിമം ലെവലിലെങ്കിലും ആവണം. ഒരിക്കലും ശത്രു ആവരുത്. അപ്പൊ ശത്രു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ചിങ്ങ ലഗ്നത്തിന് കുംഭലഗ്നമായിട്ട് മാച്ച് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ ലഗ്നാധിപൻ തമ്മിൽ ശത്രുക്കളാണ്. സൂര്യനും ശനിയും ശത്രുക്കളാണ്. അതുപോലെ ബുധനും കുജനും ശത്രുക്കളാണ്. അപ്പൊ അങ്ങനെ ശത്രു എന്നുള്ള സ്ഥാനം വരുന്ന 2 ലഗ്നക്കാരെ ചേർത്തുമ്പോൾ അവരുടെ ഗുണങ്ങളിൽ
നല്ല വ്യത്യാസം ഉണ്ടാവും. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എന്താണ് തീരുമാനിക്കേണ്ടത്? അവിടെ സിറ്റുവേഷനാണ്. അപ്പൊ നമ്മൾ ചന്ദ്രനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? ദശാപഹാരം തീരുമാനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്തെല്ലാം സിറ്റുവേഷനിലൂടെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് ചന്ദ്രനാണ് അവിടെ ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ട് ചന്ദ്രന് പ്രാധാന്യമുണ്ട്. അപ്പൊ രാശി എന്ന് പറയുന്നതാണ് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനം. അപ്പൊ രാശ്യാധിപനെയും ശ്രദ്ധിക്കേണ്ടത്. ലഗ്നാധിപനെ പോലെ തന്നെ ഫ്രണ്ട്സിന്റെ രാശ്യാധിപനാണെങ്കിൽ ഓക്കെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൃശ്ചിക ഇതിലാണ്, അനിഴ നക്ഷത്രത്തിലാണ് ഒരാൾ ജനിച്ചിരിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ വൃശ്ചിക രാശിയാണ് അവർക്ക് വരുന്നത്. അപ്പൊ ഈ രാശിയാധിപൻ എന്ന് പറയുന്നത് ആരാണ്? ചൊവ്വയാണ്. അപ്പൊ ചൊവ്വയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ലെവലില്, അല്ലെങ്കിൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവലിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വരുന്നു അവരുടെ വീട് രാശിയായിട്ട് വരുന്നത് ഓക്കെയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വളരെ നിർബന്ധമായിട്ട്, അല്ലാതെ 10 പൊരുത്തത്തിൽ പറയുന്ന മധ്യമരഞ്ജു, യോനിപ്പൊരുത്തം, വശ്യപ്പൊരുത്തം അങ്ങനെയുള്ള 10 പൊരുത്തം അല്ല നോക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. ഇപ്പൊ മധ്യമരഞ്ജു ഒക്കെ ആയിട്ടും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ കണ്ടുവരാറുണ്ട്. അപ്പൊ ആ ഒരു അതിനപ്പുറം നമ്മൾ എന്തൊക്കെയോ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്ത് അനിവാര്യമായിട്ട് തോന്നിപ്പോവാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് കുറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. പെട്ടെന്ന് ആർക്കും ജീവിതത്തിൽ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തീർത്തും പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഗുണങ്ങളോട് കൂടിയ ഒരു ലൈഫാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ലാതെ പോവാനായിട്ട് അവർക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതാണ് ലഗ്നാധിപൻ ചന്ദ്രൻ എന്ന് പറയുന്നത് രാശിയാധിപൻ. ഇത് രണ്ടും അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ സമമായിട്ട് പോണ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് പോണതെങ്കിലും അറ്റ്ലീസ്റ്റ് ചേർത്തേണ്ടതാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2 ജാതകത്തിലും ഗുരു എന്ന് പറയുന്നത് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ് ചിന്തിക്കുക? സന്താനമാണ് അല്ലെ? അപ്പൊ സന്താനകാരകൻ ആരാണ്? ഗുരുവാണ്. പണത്തിന്റെ കാരകനും ഗുരുവാണ്. അപ്പൊ 2 പേരുടെ ജാതകത്തിലും 6, 8, 12 ഗുരു മറിഞ്ഞു പോവുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളത് ചേർത്തരുത് എന്നുള്ളതാണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സന്താനപരമായിട്ടുള്ള ക്ലേശങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളോ 2 പേർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഒരാൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട്ണർക്ക് ആ പ്രശ്നമില്ലാത്ത ഒരാളെ ചേർത്തി വെക്കുമ്പോൾ അത് ബാലൻസ് ആയിട്ട് പോയിക്കോളും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശുക്രനും കുജനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിവാഹ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ഈ 2 ഗ്രഹങ്ങളും വഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ശുക്രന്റെ ആൺജാതകത്തില് ശുക്രൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അതിന്റെ 6, 8, 12 പെൺകുട്ടിയുടെ രാശിയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് കുജന്റെ കാര്യം. കുജൻ ഏത് ആൺകുട്ടിയുടെ ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് അത് 6, 8, 12 പെൺകുട്ടിയുടെ ജാതകത്തിൽ നിൽക്കരുത് എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ ബന്ധം എന്നാ പറയുന്നത്. അപ്പൊ ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ഉച്ചം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആളുടെ ജാതകത്തിൽ ശുക്രൻ നീചാണെങ്കിൽ ആ ബന്ധം ശരിയായിട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശുക്രന് നല്ല ബലമുള്ള ഒരു ജാതകത്തിന് ശുക്രന് തീരെ ബലമില്ല. അവിടെ നീചമാണെങ്കിൽ പ്രശ്നം വരും. അതേസമയം നീചഭംഗം ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇത് ശുക്രന്റെ കാര്യത്തിലല്ല, ശുഭഗ്രഹങ്ങളുടെ എല്ലാ കാര്യത്തിലും. പാപന്മാരുടെ കാര്യത്തിൽ ഈ ഒരു പോയിന്റ് എടുക്കേണ്ടതില്ല. ശുഭഗ്രഹങ്ങളായിട്ടുള്ള ബുധൻ, ശുക്രൻ, ഗുരു ഒക്കെ നല്ല ഉച്ചത്തിലും സ്വക്ഷേത്ര ഫലവാനായിട്ടും നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ ഇത് തീരെ ഇതിന്റെ പോയിന്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു പാർട്ട്ണറുടെ ജാതകമായിട്ടാണ് ഇത് യോജിപ്പിക്കുന്നത് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഒരു ജാതകത്തിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഗുരു നിൽക്കുന്ന ഭാവത്തില് അതിന് അടുത്ത ആളുടെ ജാതകത്തിലും അതേ പൊസിഷനിൽ വരിക. അപ്പൊ ശുക്രനാണെങ്കിലും അതേ പൊസിഷനിൽ വരുന്നത് നല്ലതാണ്. അപ്പൊ 12ാം ഭാവത്തിൽ 2 പേർക്കും ശുക്രൻ വരികയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഗുരു ചന്ദ്രൻ യോഗം ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഒരാളുടെ ജാതകത്തില് മേടത്തിലാണ് ഗുരു നിൽക്കണതെങ്കിൽ പാർട്ട്ണറുടെ ജാതകത്തിൽ ചന്ദ്രൻ മേടത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നത് വളരെ ശുഭദായകമാണ്. അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിയായാലും മതി. ഇപ്പൊ വൃശ്ചികത്തിൽ നിൽക്കുന്ന ഗുരുവിനെ ഇടവത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രന്റെ ദൃഷ്ടി വരികയാണെങ്കിലും അത് വളരെ പോസിറ്റീവാണ്. 2 പേരുടെയും ആ ഒരു സമന്വയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഈ ഗുരു ചന്ദ്രൻ കാണിക്കും എന്നുള്ളതാണ്. പിന്നെ പറയണത് ഒരു ജാതകത്തില് ശുക്രന്റെ കൂടെ കേതു അല്ലെങ്കിൽ സർപ്പം ഏതെങ്കിലും ഒന്ന്
ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജാതകത്തിൽ ഒരിക്കലും കുജനും രാഹു കേതു ബന്ധം വന്നിട്ടുള്ള പാർട്ട്ണറുമായിട്ട് ഒരിക്കലും യോജിപ്പിക്കരുത്. അതൊരു യുദ്ധം തുടങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് രണ്ടും കൂടെ ചേർത്തുമ്പോൾ ഉണ്ടാവണമെന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹ സമയം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ജ്യോതിഷം എന്നുള്ള ഈ ശാസ്ത്രം നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത്. നമ്മുടെ തെറ്റുകൊണ്ടാണ് നമ്മുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ ശക്തി കുറഞ്ഞു പോയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ജനിക്കാനായിട്ട് കാരണം. അത് ആ ഒരു റിയലൈസേഷൻ നമുക്ക് വരിക എന്നുള്ളതാണ് ഇത്തരം ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നതും അതാണ് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ഒന്ന് പ്രായം നല്ലൊരു സമയത്തല്ല അവർ രണ്ടുപേരെയും വിവാഹം ചെയ്യിക്കുന്നത് എങ്കിൽ കുറച്ചൊന്ന് ഈ ഒരു ടൈമിൽ വിവാഹം നല്ലതല്ല, ഒരു 3 വർഷം കഴിഞ്ഞോട്ടെ എന്നൊക്കെ ഉള്ളത് നമുക്ക് സജഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് അവരുടെ വേർപിരിയലിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അഷ്ടമശനി, ജന്മശനി അഷ്ടമശനി ഒരാളുടെ ജീവിതത്തിൽ മോശ അനുഭവങ്ങൾ വരും. അതിൽ കുറെ പോയിന്റ്സുകളുണ്ട്, ചന്ദ്രന്റെ ഫലത്തിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും. എങ്കിലും പൊതുവായിട്ട് അഷ്ടമശനി നടക്കുന്ന ഒരു സമയത്തൊക്കെ വിവാഹം നടത്തുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ദോഷങ്ങളായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ 6, 8, 12 എന്ന് പറയുമ്പോൾ 6ഉം 8ഉമാണ് കൂടുതൽ ദശാപഹാരങ്ങൾ നടക്കുന്ന സമയത്ത് വിവാഹം നടക്കുമ്പോൾ പ്രശ്നം വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു 26 വയസ്സൊക്കെ ആണെങ്കിൽ ആ ഒരു അപഹാരമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വിവാഹം നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇത് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിലേഡ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ 1, 2, 7, 8 ഈ പാപബന്ധങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക, സാധാരണയായിട്ട് മാരേജ് വൈകി പോവാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പൊ ഈ അപഹാരങ്ങളും കൂടെ നോക്കിയിട്ട്, അപഹാരം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്, ആ ദശയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വളരെ മോശമായിട്ടുള്ള ദശയിലൂടെയാണ് കടന്നു പോണത് എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കൺസൾട്ടേഷനിൽ തന്നെ വളരെ വിഷമം തോന്നിയ ഒരു അമ്മയുടെ സംസാരം കേട്ടപ്പോൾ. കാരണം ആ മോനെന്ന് പറഞ്ഞിട്ട് 2ാമത്തെ വിവാഹമാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ജാതകം നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം ആ പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് ചന്ദ്രൻ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അമാവാസിയോട് അടുക്കുന്ന സമയത്താണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത്. ഒരു ദിവസം എന്തോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമാവാസിയായി. അപ്പൊ ആ കുട്ടിയുടെ മനോനില എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയവും ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള ദശാപഹാരം 2022 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 32 വരെ ഉണ്ട്. ഇപ്പൊ 2026 ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒരു 6 മാസമായിട്ടുള്ളൂ വിവാഹം ചെയ്തിട്ട്. അപ്പൊ എന്ന് പറയുന്നത് ആ ചന്ദ്രദശ എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വിവാഹം കഴിഞ്ഞു നമുക്കൊന്നും തന്നെ പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിന്റെ നില എന്ന് പറയുന്നത് അപ്പൊ അവര് തന്നെ പറയണത് എന്താന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആ കുട്ടിയുടെ ചിന്താഗതിയും വളരെ സഫർ ചെയ്തിട്ടാണ് ആ കുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോണത് തന്നെ. അപ്പൊ നമുക്ക് ആ പെൺകുട്ടിയെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല, ആ അമ്മയുടെ വിഷമവും കാണാതിരിക്കാനും സാധിക്കുന്നില്ല. അപ്പൊ ഇതിനൊക്കെ എന്താ പരിഹാരം ഉള്ളത്? നാമജപങ്ങൾ കൊണ്ട് ആ ഒരു ടൈം, അപ്പൊ ആ ഒരു ടൈം കഴിയുന്നത് വരെ, ഈ അപഹാരങ്ങളുടെ മോശമായിട്ടുള്ള ഒരു അപഹാരങ്ങളൊക്കെ കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിച്ചിരിക്കൂ എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് ഒരു 6 മാസം മുമ്പാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പെൺകുട്ടിയുടെ ജാതകത്തിൽ കുറച്ച് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, കുറച്ച് വൈകിട്ടുള്ള ഒരു വിവാഹം ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു സജഷനെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഒരു വിവാഹ പൊരുത്തം. ഇനി ധാരാളം പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ ഒരു ബേസിക് എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.